Good morning, students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് പാഠം പഠിച്ചത് തെറ്റും ശരിയും അല്ലേ? ആരെക്കുറിച്ചിട്ടായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബീർബലിനെ കുറിച്ചിട്ട്. അപ്പോൾ അക്ബറിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രിയായിരുന്നു ബീർബല്. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരു ദിവസം സായാഹ്ന സവാരിക്ക് ഇറങ്ങിയപ്പോൾ, സായാഹ്ന സവാരിക്ക് എന്ന് പറഞ്ഞാൽ എന്താ, സന്ധ്യാസമയത്ത് വെറുതെ ഇങ്ങനെ നമ്മൾ നടക്കില്ലേ രസത്തിന് വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ നടക്കുന്ന സമയത്ത് ബീർബലിനോട് അക്ബർ ഒരു ചോദ്യം ചോദിച്ചു അല്ലേ? എന്ത് ചോദ്യമാണ് ചോദിച്ചത്? വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്, ആർക്കും പെട്ടെന്ന് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിരുന്നു. അപ്പോൾ അക്ബറിൻ്റെ ചക്രവർത്തിയുടെ ഉദ്ദേശം എന്തായിരുന്നു? ബീർബലിന് ഒന്ന് കൊടുക്കണം, ഈ ചോദ്യത്തിന് ബീർബലിന് ഉത്തരം കിട്ടരുത് എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ചക്രവർത്തി ബീർബലിനോട് ചോദിച്ചത്. എന്ത് ചോദ്യം ചോദിച്ചത്? ശരിയും തെറ്റും തമ്മിൽ എത്ര അകലമുണ്ട് എന്നായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ അത് കേട്ടപ്പോൾ ബീർബൽ എന്താ ചെയ്തത്? ബീർബൽ വെറുതെ ഒന്ന് ചിരിച്ചു. അപ്പോൾ ചിരിച്ചപ്പോൾ അക്ബർ ചക്രവർത്തി എന്താ പറഞ്ഞേ? ചിരിക്കൊന്നും വേണ്ട, ഉത്തരം അറിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, ചിരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് ചക്രവർത്തി പറഞ്ഞു അല്ലേ? ബാക്കി നോക്കിക്കോളൂ കേട്ടോ. ചിരിക്കുകയൊന്നും വേണ്ട, ഉത്തരം അറിയില്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറഞ്ഞോളൂ. ബീർബൽ ശരിക്കും തൻ്റെ ചോദ്യത്തിന് മുന്നിൽ മുട്ടുകുത്തി എന്നാണ് അക്ബർ ചിന്തിച്ചത്. പക്ഷേ ബീർബൽ ഒരു നിമിഷം പോലും ചിന്തിച്ചു നിൽക്കാതെ മറുപടി നൽകി. എന്താ? ബീർബൽ എൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഇപ്പം കുടുങ്ങും, ഇപ്പം മുട്ടുകുത്തും, ഇപ്പം തോൽക്കും. ബീർബലിനെ ആദ്യമായിട്ട് ഞാൻ പറ്റിച്ചു എന്നുള്ളൊരു സന്തോഷമൊക്കെ അക്ബർ ചക്രവർത്തിക്കുള്ളിൽ തോന്നി. പക്ഷേ ബീർബൽ എന്ത് ചെയ്തു? അക്ബർ ആ ചോദ്യം ചോദിച്ച നിമിഷം തന്നെ ബീർബൽ എന്ത് ചെയ്തു? ഉടനെ ആ ചോദ്യത്തിന്, എത്രയും ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് അല്ലേ? ശരിയും തെറ്റും തമ്മിൽ എത്ര അകലമുണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ബീർബൽ എന്ത് ചെയ്തു? ഉടനെ ആ ചോദ്യം കേട്ട വശം തന്നെ ബീർബൽ അതിന് ഉത്തരം പറയാൻ ഒരുങ്ങി. ഒരു നിമിഷം പോലും ചിന്തിച്ചു നിൽക്കാതെ ഉത്തരം ബീർബൽ നൽകി. പ്രഭോ, ശരിയും തെറ്റും തമ്മിൽ വെറും 4 വിരലിൻ്റെ അകലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബീർബൽ പറഞ്ഞു, എന്താ പറഞ്ഞ ആൻസർ പറഞ്ഞത്? പ്രഭോ, ശരിയും തെറ്റും തമ്മിൽ ഈ 4 വിരലിൻ്റെ അകലേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ എന്ന് ബീർബൽ പറഞ്ഞു. ഇതൊക്കെ ഓരോ ക്വസ്റ്റിൻ്റെ ആൻസറാണ് കേട്ടോ. എന്തായിരുന്നു ബീർബലിൻ്റെ ഉത്തരം? അക്ബർ ചക്രവർത്തിയുടെ ചോദ്യം എന്താ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുമ്പോൾ. എന്തായിരുന്നു ബീർബൽ നൽകിയ ഉത്തരം? ശരിയും തെറ്റും തമ്മിൽ വെറും 4 വിരലിൻ്റെ അകലം മാത്രമേ ഉള്ളൂ എന്നാണ് ബീർബൽ മറുപടി പറഞ്ഞത്. എന്താ ബീർബൽ വിഡ്ഢിത്തം പറയുന്നത്? അപ്പോൾ ചക്രവർത്തി പെട്ടെന്ന്, എന്താ വിഡ്ഢിത്തരം പറയുന്നത്, എന്താ അങ്ങനെ വിഡ്ഢിത്തരം പറയുന്നത് എന്ന് അക്ബർ ചക്രവർത്തി ബീർബലിനോട് ചോദിച്ചു. വിഡ്ഢിത്തമല്ല, ചെവിയും കണ്ണും തമ്മിൽ 4 വിരലിൻ്റെ അകലം മാത്രമാണ്. ചെവിയും കണ്ണും തമ്മിൽ 4 വിരലിൻ്റെ അകലേ ഉള്ളൂ എന്നാണ് ബീർബൽ എൻ്റെ ഉത്തരം പറഞ്ഞത്. അപ്പോൾ ഇതുവരെ എടുക്കണുള്ളൂ ഒന്ന് കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് എടുത്താൽ മതി, എന്നാലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുള്ളൂ. കുറേ എടുത്ത ഭാഗം വരെ നന്നായിട്ട് വിരൽ വെച്ച് വായിക്കുന്നത് എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നതാണ്. പക്ഷേ നിങ്ങൾ ആരും വായിക്കണില്ല എന്ന് എനിക്ക് ഡൗട്ട് ക്ലിയർ സെഷനിൽ മനസ്സിലായി. ചില കുട്ടികൾക്ക് നന്നായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു, ചില കുട്ടികൾക്ക് തീരെ വായിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നാന്ന് വായിച്ചു പോകണം. പിന്നെ നോട്ട്സ് നന്നായിട്ട് എഴുതണം, യൂട്യൂബ് വീഡിയോ ഒക്കെ കാണണം, ടെസ്റ്റ് പേപ്പർ എഴുതണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.